വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ സെനിൻ വടക്കൻ. എടാ സാറിന്റെ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു 20 മിനിറ്റ് നിങ്ങൾ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ, ഇന്നലെ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒന്നാമത് ചാപ്റ്ററിലെ എല്ലാ കോൺസെപ്റ്റും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ കമ്മിങ് ബാക്ക്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ SCERT റിലീസ് ചെയ്തിട്ടുള്ള കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാതെ നിങ്ങൾ പരീക്ഷ ഹാളിലേക്ക് ഒരു കാരണവശാലും കയറാൻ പാടില്ല. യെസ്, വിച്ച് ഓഫ് ദ നമ്പർ ബിലോ ഈസ് നോട്ട് എ ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1, 7, 13. ഈ 1, 7, 13 എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ ടേം അല്ലാത്തത്, പദമല്ലാത്തത് ആര് എന്നാണ് ചോദിച്ചത്. പദമാണോ പദമല്ലേ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ഡിഫറൻസ് വെച്ചൊരു കളി കളിക്കലുണ്ടല്ലോ. കോമൺ ഡിഫറൻസ് 1 7ലേക്ക് 6 ആണ് കൂട്ടിയത്. 1നോട് 6 കൂട്ടിയപ്പോൾ 7 ആയി, 7നോട് 6 കൂട്ടിയപ്പോൾ 13 ആയി. സോ കോമൺ ഡിഫറൻസ് 6 ആണെന്ന് കിട്ടിയില്ലേ. ഇനി നമ്മൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ ഏതെങ്കിലും ഒരു ടേമിന് എടുക്കണം. ഞാൻ 7നെ എടുത്തു. 7നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്മുടെ കോമൺ ഡിഫറൻസ് ആയിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 7ൽ എത്ര 6 ഉണ്ട്? 1, 6. ബാക്കി റിമൈൻഡർ 1 അല്ലേ? റിമൈൻഡർ 1 കിട്ടി. അപ്പം നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസിലെ ടേം ഒക്കെ എന്തായിരിക്കും? റിമൈൻഡർ എന്തായിരിക്കും? 1 ആയിരിക്കും. സോ ഞാൻ ഈ 61, 81, 91, 121 ഇതിനൊക്കെ ഡിവൈഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതാ നോക്കിക്കോളി, ഞാൻ ആദ്യം 61ന് ഡിവൈഡ് ചെയ്യുന്നു. 61ൽ എത്ര 6 ഉണ്ട്? 6ൽ 6 1 6. ബാക്കി റിമൈൻഡർ 0. ഈ 1നെ താഴെ ഇറക്കിയിരുന്നു. 1ൽ 6 0 ടൈംസ് ആണ് 0. ബാക്കി റിമൈൻഡർ 1. ടേം ആണോ? അല്ലേ? ടേം ആണ്. അപ്പോൾ ഈ 61 അല്ല ടേം അല്ലാത്തത്. നെക്സ്റ്റ് 81നെ ഞാൻ ഡിവൈഡ് ചെയ്ത് നോക്കാൻ പോവാണ്. 81നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 8ൽ 6 എത്ര പ്രാവശ്യം ഉണ്ടാ? 1 ടൈംസ് 6. ബാക്കി റിമൈൻഡർ 2 അല്ലേ? ഈ 1നെ താഴെ ഇറക്കിയത്. 21ൽ എത്ര 6 ഉണ്ട്? 21ൽ 3 ടൈംസ് ഉണ്ട് സാറേ, 18 ആണ്. ബാക്കി റിമൈൻഡർ എത്രയാണ്? 3 ആണ്. റിമൈൻഡർ 3യോ? 3 വരാൻ പാടുണ്ടോ? പാടില്ല, പാടില്ല, പാടേ നമ്മൾ. കാരണം റിമൈൻഡർ എപ്പോഴും എന്താവണമെന്നാണ് പറഞ്ഞത്? 1 ആവണമെന്നല്ലേ പറഞ്ഞത്. അപ്പം നമ്മുടെ ബി ആയിട്ടുള്ള 81 എന്തല്ല? ടേം അല്ല. നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിയില്ലേ? MCQ അല്ലേ? MCQയിൽ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. യെസ്. ബാക്കി 91ഉം 121 ഒക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ എത്ര തന്നെ കിട്ടും? 1 തന്നെ കിട്ടും. മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത് ക്വസ്റ്റ്യൻ. ഇനി വെറും 4 ക്വസ്റ്റ്യനൂടെ ബാക്കിയുള്ളൂ. ഇവിടെ നോക്കിയോളി. ദ ഫോർത്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. എടാ, ഫോർത്ത് ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞത്? 80 ആണെന്നാണ് പറഞ്ഞത്. ആൻഡ് 7th ടേം ഓഫ് എൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് 60 ആണെന്നാണ് പറഞ്ഞത്. വാട്ട് ഈസ് ദ 10th ടേം? 10th ടേം കണ്ടുപിടിക്കണം. സബ് ക്വസ്റ്റ്യൻ എ. അതുപോലെ തന്നെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഇതാണ് സബ് ക്വസ്റ്റ്യൻ ബി. എങ്ങനെയാടാ കണ്ടുപിടിക്കുക? ഒന്ന് ഇവിടെ നോക്കി. ഈ 4th ടേമിൽ നിന്നും 7th ടേമിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡി കൂട്ടണം? 3D കൂട്ടിയാൽ പോരെ? 3D കൂട്ടിയാൽ പോരെ? 3D കൂട്ടുമ്പോൾ 80ൽ നിന്നും എന്താ സംഭവിക്കുന്നത്? 3D കൂട്ടുക കേട്ടോ ചെയ്തത്. കൂട്ടിയപ്പം താഴത്ത് -20 20 കുറഞ്ഞു. അതായത് 3D എന്ന് പറഞ്ഞാൽ ആരാണ്? -20 ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, 7th ടേമിൽ നിന്നും ഞാൻ 10th ടേമിലേക്ക് പോകുമ്പോൾ ഇവിടെയും -20 കൂടൂലേ? കാരണം 7ൽ നിന്നും 10ലേക്ക് 3D എന്നല്ലേ കൂടിയത്. അപ്പം ഇവിടെ -20. 60ൽ നിന്നും ഞാൻ 20 കുറച്ചാൽ എത്രയാടാ? 40 അല്ലേ ആൻസർ? വളരെ ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഇനി 4th ടേമിൽ നിന്നും ഫസ്റ്റ് ടേമിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 3D കുറയ്ക്കല്ലേ വേണ്ടത്. അതായത് 80ൽ നിന്നും ഞാൻ 3D ആയിട്ടുള്ള -20യെ കുറയ്ക്കുന്നു. -20 അവിടെ ഉള്ളത് 3Dയുടെ കൂടെ ഉള്ളത്. ഈ 80ൽ നിന്നും മൈനസ് കുറച്ചു. അപ്പോൾ 80 -20 എന്തായി? പ്ലസ് ആയി. 80 + 20 എത്രയാടാ? 100 ആണടാ. എത്രയാണടാ? 100 ആണ്. 10th ടേം കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി. എന്ത് ടേം കിട്ടി? 10th ടേം കിട്ടി, ഫസ്റ്റ് ടേം കിട്ടി. സോ നമ്മൾ അങ്ങനെ രണ്ടാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക്. ഇനി എത്ര ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്? 3 ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. ഇവിടെ നോക്കടാ. 8, 15, 22 എക്സെട്ര എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും 2 ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 56 ആവുമോ? 56 ഡിഫറൻസ് ആവുമോ? നോക്കിയാലോ. 56 ഡിഫറൻസ് ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ 56 എന്ന് നോക്കിയാൽ മതി. 56ന് ഞാൻ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള എത്രയാണ് നമ്മൾ ഇവിടെ കൂട്ടി പോയത്? ഇവിടെ കൂട്ടി പോയത് 7 ആണ്. 56നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എനിക്ക് 8 എന്ന് കിട്ടി. അതായത് മൾട്ടിപ്പിൾ ആണ്. എന്താണ്? കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് തമ്മിലുള്ള 2 ടേമുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താവും? 56 ആവും. സോ യെസ്, അതാണ്. നെക്സ്റ്റ് 302 ഈ സീക്വൻസിലെ ടേം ആണോ എന്ന് ചോദിച്ചത്. ടേം ആണോ നോക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. എന്തായാലും ചെയ്യേണ്ടത്? ഏതെങ്കിലും ഒരു ടേമിന് എടുക്കുക. 15 എടുത്തു. 15 എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്തു? ഇതിന്റെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. കോമൺ ഡിഫറൻസ് 7 ആണ് കേട്ടോ, മറന്നു പോകരുത്. കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 7 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 15ൽ എത്ര 7 ഉണ്ട്? 2 ടൈംസ് 14. ബാക്കി റിമൈൻഡർ 1 എന്ന് കിട്ടി. ഇനി നമ്മൾ 302നെയും ഈ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. 30ൽ എത്ര 7 ഉണ്ടടാ? 4 ടൈംസ് അല്ലേ?
4 ടൈംസ് 28, ബാക്കി റിമൈൻഡർ എത്ര കിട്ടും? 2. ഈ 2നെ ഞാൻ താഴെ ഇറക്കി എഴുതുമ്പോൾ 22ൽ എത്ര 7 ഉണ്ട്? 3 ടൈംസ് 21, ബാക്കി റിമൈൻഡർ എത്രയാടാ? റിമൈൻഡർ 1 അല്ലേ? സോ ഇത് ടേം ആണോ അല്ലേ? ടേം ആണോ അല്ലേ? റിമൈൻഡർ സെയിം അല്ലേ? റിമൈൻഡർ സെയിം ആണെങ്കിൽ അതിനർത്ഥം എന്താ? ടേം ആണ് എന്നാണ്. സോ വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ? അതിന്റെ പൊസിഷൻ എന്താണെന്നാണ് ചോദിച്ചത്. പൊസിഷൻ കണ്ടുപിടിക്കാൻ സാർ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു. xn മൈനസ് എഫ് ബൈ ഡി പ്ലസ് 1. xn ആരാ? നമുക്ക് ഏതാ ടേമിനെ കണ്ടുപിടിക്കേണ്ടത്? 302നല്ലേ? 302നെ ഫസ്റ്റ് ടേം ആയിട്ടുള്ള ആരാ? ഫസ്റ്റ് ടേം ആയിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് ടേം 8 ആണ്. ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ആരാടാ? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 അല്ലേ? 7 ആണ് പ്ലസ് 1. അങ്ങനെയാണെങ്കിൽ 302ൽ നിന്നും 8 കുറച്ചാൽ എത്ര കിട്ടും? 294 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ എന്താണ്? 7 പ്ലസ് 1. 294ൽ എത്ര 7 ഉണ്ടടാ? 294ൽ 42 7s ഉണ്ട്. 42 പ്ലസ് 1 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 43 എന്ന ആൻസർ കിട്ടി. നമുക്ക് എന്ത് ആൻസർ കിട്ടി? 43 എന്ന ആൻസർ കിട്ടി. സോ നമുക്ക് പൊസിഷൻ കിട്ടിയില്ലേ? പൊസിഷൻ കിട്ടി. അതോടുകൂടി ആ ക്വസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുന്നു. യെസ്, ഇനി നമുക്ക് ലാസ്റ്റ് 1 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ താങ്ക് യു ഉണ്ട് കേട്ടോ. അതാ താങ്ക് യു ഉണ്ട്, പേടിക്കല്ലേ. ഇതാ 2 ക്വസ്റ്റ്യൻ കൂടിയാണ് ചെയ്യാനുള്ളത്. ഇവിടെ നോക്കടാ. ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ്, ആദ്യത്തെ 5 ടേമിൻ്റെ സം എന്ന് പറയുന്നത് 40 ആണ്. അതുപോലെ തന്നെ ആദ്യത്തെ 13 ടേമിൻ്റെ സം എന്ന് പറയുന്നത് 260 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആരാണ് തേർഡ് ടേം എന്നാണ്. x3 തേർഡ് ടേം എന്ന് പറഞ്ഞാൽ മിഡിൽ ടേം ആണ്, മധ്യപദമാണ്. ആരുടെ മധ്യപദം? 5ന്റെ മിഡിൽ ടേം അല്ലേ? അതായത് തുക ബൈ എണ്ണം അല്ലെങ്കിൽ സം ബൈ നമ്പർ ഓഫ് ടേംസ് ചെയ്താൽ മതി. ആരാ സമ്മ്? 40 ഡിവൈഡഡ് ബൈ 5. 5 എണ്ണത്തിൻ്റെ സം എത്രയാ? 40 ആണ്. സോ 40ൽ എത്ര 8 ഉണ്ട്? 8 ആണ്. 40ൽ എത്ര 5 ഉണ്ട്? 40ൽ 8 ടൈംസ് ഉണ്ട്. സോ നമുക്ക് എന്ത് കിട്ടി? x3 തേർഡ് ടേം എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? 8 ആണെന്ന് കിട്ടി. തേർഡ് ടേം എത്രയാണെന്ന് കിട്ടി? 8 ആണെന്ന് കിട്ടി. നെക്സ്റ്റ് നമുക്ക് 7th ടേം കണ്ടുപിടിക്കണം. 7th ടേം വേണം. 7th ടേം കണ്ടുപിടിക്കാനും അത് മിഡിൽ ടേം അല്ലേ? ആരുടെ മിഡിൽ ടേമാ? 13 ടേമിൻ്റെ മിഡിൽ ടേം അല്ലേ? അതായത് നമ്മുടെ തുക ബൈ എണ്ണം സം ബൈ നമ്പർ ഓഫ് ടേംസ്. തുക ആരാ ഇവിടുത്തെ തുക എന്ന് പറയുന്നത്? നോക്കി 260 ഡിവൈഡഡ് ബൈ 13. ദാറ്റ് ഈസ് ഈക്വൽ ടു 260ൽ 13 20 പ്രാവശ്യം ഉണ്ട്. സോ 7th ടേമും കിട്ടി. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 8 ആണ്. 7th ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20 ആണ്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? ഡി കണ്ടുപിടിച്ചൂടെ? ഡി എങ്ങനെ കണ്ടുപിടിക്കുക? ബാപ്പച്ചി പറഞ്ഞു, കേരട കോണി. നോക്കിയേ, 20 മൈനസ് 8 ഡിവൈഡഡ് ബൈ 7 മൈനസ് 3. 20ൽ 8 കുറച്ചാൽ എത്രയാ? 12 ഡിവൈഡഡ് ബൈ 7നും 3 കുറച്ചാൽ എത്രയാ? 4 ആണ്. 12ൽ എത്ര 4 ഉണ്ടടാ? 12ൽ എത്ര 4 ഉണ്ട്? 12ൽ 3 ടൈംസ് അല്ലേ? സോ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടി. തേർഡ് ടേം 8. 8നും 3 കുറച്ചാൽ എത്ര? 5. 5നും 3 കുറച്ചാൽ എത്ര? 2. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ആദ്യത്തെ 3 ടേം കണ്ടുപിടിക്കാനല്ലേ സബ് ക്വസ്റ്റ്യൻ സിയിൽ ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ 3ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. സോ തേർഡ് ടേം കണ്ടുപിടിച്ചു, 7th ടേം കണ്ടുപിടിച്ചു, തേർഡ് ടേം കണ്ടുപിടിച്ചു, തേർഡ് ക്വസ്റ്റ്യനും കണ്ടുപിടിച്ചു. യെസ്, മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ പിടിച്ചോ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഈ പാഠത്തിൽ ഏകദേശം എല്ലാ ടോപ്പിക്കും നമ്മൾ ഇങ്ങനെ തൊട്ട് പോകുന്നു കേട്ടോ. ഇവിടെ നോക്കിയേ. ദ സം ഓഫ് ഫസ്റ്റ് 8 ടേംസ്, ആദ്യത്തെ 8 ടേമിൻ്റെ സം എന്ന് പറയുന്നത് 240 ആണ്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ സം ഓഫ് 4th ആൻഡ് 5th ടേം. ഇവിടെ നോക്കിയേ. x1 x2 x3 x4 x5 x6 x7 x8 8 ആൾക്കാരല്ലേ? ഇതിൽ എത്ര പേരുണ്ടാക്കാൻ പറ്റും? x1 എന്ന് പറയുന്നത് x8 ആയിട്ട് പേരാവും. കുഴപ്പമുണ്ടോ? x2 എന്ന് പറയുന്നത് x7 ആയിട്ട് പേരാവും. x3 എന്ന് പറയുന്നത് x6 ആയിട്ട് പേരാവും. x4 എന്ന് പറയുന്നത് x5 ആയിട്ട് പേരാവും. മൊത്തം എത്ര പേരാണുള്ളത്? 4 പേരുണ്ട്. എത്ര പേരുണ്ട്? 4 പേരുണ്ട്. 4 പേരും കൂടി കൂട്ടിയാൽ 240. അങ്ങനെയാണെങ്കിൽ ഒരു പേർ എത്ര ആയിരിക്കും? 1 പേർ എന്ന് പറഞ്ഞാൽ 240 ഡിവൈഡഡ് ബൈ 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 എന്നല്ലേ ആൻസർ കിട്ടിയത്. അപ്പോൾ ഒരു പേർ 60 ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഇവിടെ നോക്കണേ. കാൽക്കുലേറ്റ് സം ഓഫ് 4th ആൻഡ് 5th ടേം ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസ്. 4th ടേമും 5th ടേമും ഒരു പേരല്ലേ? നോക്കി, 4ഉം 4ഉം 5ഉം 4ഉം 5ഉം 4ഉം 5ഉം കൂട്ടിയാൽ എത്രയാണ്? 60 ആണ്. എത്രയാണ്? 60 ആണ്. കാരണം അതൊരു പെയറാണ്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടി. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് തേർഡ് ടേം 15 ആണ്. ഈ തേർഡ് ടേമിൽ ഇവിടെ ഉള്ളത് 15 ആണ്.
അങ്ങനെയാണ് തേർഡ് ടേമും അതുപോലെ തന്നെ സിക്സ്ത് ടേമും കൂട്ടിയാൽ ഒരു പെയറാണ്, അതുകൊണ്ട് അത് 60 ആണ്, അതിൽ സംശയമൊന്നുമില്ല. ഇതിൽ തേർഡ് ടേം എന്ന് പറയുന്നത് 15 ആണെന്നല്ലേ പറഞ്ഞത്. 15 പ്ലസ് സിക്സ്ത് ടേം ഈസ് ഈക്വൽ ടു 60. അങ്ങനെയാണെങ്കിൽ സിക്സ്ത് ടേം ആരാടാ? സിക്സ്ത് ടേം ആരാ? സിക്സ്ത് ടേം എന്ന് പറയുന്നത് 60 മൈനസ് 15 അല്ലേ? 60യിൽ നിന്നും 15 കുറച്ചാൽ എത്രയാ? 45. അതായത് നമ്മുടെ സിക്സ്ത് ടേം എന്ന് പറഞ്ഞാൽ 45 ആണെന്നും അതുപോലെ തന്നെ തേർഡ് ടേം 15 ആണെന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സി ക്വസ്റ്റ്യൻ എന്താ? ആദ്യത്തെ 3 ടേം എഴുതാനാട്ടോ. ഇവിടെ നോക്കിയേ വളരെ സിമ്പിളാണ്. ഇവിടെ നോക്കിക്കോളി. അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കടാ, സമ്മ് 240 വരുന്ന ആദ്യത്തെ 8 ടേമിൻ്റെ സമ്മ് 240 വരുന്ന 3 അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. എടാ നമ്മളിവിടെ ശ്രദ്ധിച്ചേ, ഇവിടെ ഒന്ന് നോക്കിയേ, 4ാമത്തെ ടേമും 5ാമത്തെ ടേമും നോക്കണേ. 4ാമത്തെ ടേമും 5ാമത്തെ ടേമും കൂട്ടിയാൽ 60 കിട്ടണമെന്നല്ലേ നമ്മൾ പഠിച്ചത്? നോക്കിയേ, ഇവിടെ നോക്കിയേ, 60 കിട്ടണമെന്നല്ലേ പഠിച്ചത്? അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഏതൊക്കെ നമ്പേഴ്സാണ് ഉള്ളത് ഇവിടെ നോക്കാം. ഞാൻ 2 നമ്പർ കൂട്ടിയാൽ എത്ര കിട്ടണം? 60 കിട്ടണം. 29 പ്ലസ് 31 എന്ന് പറഞ്ഞാൽ എത്രയാ? 60 അല്ലേ? ഫോർത്ത് ടേം 29, തൊട്ടടുത്ത ടേം ഫിഫ്ത്ത് ടേം 31. 1 2 3 4 5 6 7 8 ടേം അല്ലേ നമുക്ക് വേണ്ടത്. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആരായിരിക്കും? ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 2 അല്ലേ? 29 2 കൂട്ടിയാലല്ലേ 31 കിട്ടുക. സോ 29 ഞാൻ 2 കുറയ്ക്കുന്നു. 2 കുറച്ചാൽ എത്ര കിട്ടി? 27. 27 2 കുറച്ചാൽ 25. 25 2 കുറച്ചാൽ 23. ഫസ്റ്റ് ടേം ആയില്ലേ? നോക്കിയേ ഇനി ഇവിടെ 2 കൂട്ടി പോകണം. 31 2 കൂട്ടിയാൽ 33. 33 2 കൂട്ടിയാൽ 35. 35 2 കൂട്ടിയാൽ എത്രയാടാ? 37. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 240 കിട്ടും. ഡൗട്ട് ഉണ്ടെങ്കിൽ കൂട്ടി നോക്കിയോളി. ഇതുപോലത്തെ വേറെ ഏത് നമ്പറാണ് ഉള്ളത്? 13 തന്നെ പറ്റൂലേ സാറേ? 30 പ്ലസ് 30 പറ്റും. 30 പ്ലസ് 30 എന്ന് പറഞ്ഞാൽ ഇവിടെ ഫോർത്ത് ടേം 30, ഫിഫ്ത്ത് ടേം 30. അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് ആരാ? 0 അല്ലേ? 0 കോമൺ ഡിഫറൻസ് കുറച്ച് 30, വീണ്ടും 30, കണ്ടോ? വീണ്ടും 30. കുഴപ്പമുണ്ടോ? അതുപോലെ സൈഡിലേക്കും 30 കൂട്ടി പോവാ. 30 എത്രയായി? ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം, ഫിഫ്ത്ത് ടേം, സിക്സ്ത് ടേം, സെവൻത്ത് ടേം, എയ്ത്ത് ടേം, നയൻത്ത് ടേം. ഒന്ന് കൂടി പോയിട്ടോ, അതും കുറച്ചാളി. സോറിയേ. ഇവിടെ നോക്കിയോളി. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേഴ്സ് എടുക്കാം. ഇവിടെ 29 31 എടുത്തതുപോലെ നിങ്ങൾക്ക് 28ഉം 32ഉം എടുക്കാം. അത് നമ്മുടെ ഫോർത്ത് ടേമും ഫിഫ്ത്ത് ടേമും ആക്കി കൊടുക്കുക. അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കോമൺ ഡിഫറൻസ് 4 ആയിരിക്കും. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഇഷ്ടം പോലെ അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റും. 3 എണ്ണം ഒന്നല്ല, നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും എഴുതാം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് SCERT ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ പറയുന്ന ഓണപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. SCERT തന്നെ റിലീസ് ചെയ്തിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നിർബന്ധമായിട്ടും ഇത് പഠിക്കാതെ നിങ്ങൾ ആരും തന്നെ എന്താക്കരുത്, എക്സാം ഹാളിലേക്ക് കയറരുത്. സോ സാറ് പോട്ടെ. യെസ്, ഇറ്റ്സ് മീ സെനിൻ വാടക്കൻ സൈനിങ് ഓഫ് ഫ്രം RKNX. Bye bye, see you later.